സുവർണ കഥകളിലേക്ക് സ്വാഗതം. ആ ആന എങ്ങനെ ചത്തു എന്നറിയാമോ? ഞാൻ തല കുലുക്കി. അതിൻ്റെ വയറ്റിൽ 8 കിലോ പോളിത്തീൻ ബാഗുകൾ ഉണ്ടായിരുന്നു. ആളുകൾ കാട്ടിൽ വലിച്ചെറിയുന്നവ. അതിലുള്ള തീറ്റ സാധനങ്ങളുടെ ഉപ്പുരസത്തിനു വേണ്ടി പെറുക്കി തിന്നതാണ്. ജയമോഹന്റെ ആന ഡോക്ടർ എന്ന നോവലിലെ ഒരു സംഭാഷണമാണ് മുകളിൽ കൊടുത്തത്. സഹ്യന്റെ മകനെന്നും കാട്ടിലെ രാജാവെന്നും ഓമന പേരിട്ട് വിളിക്കുന്ന ആന എന്ന വന്യമൃഗത്തോട് മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന ക്രൂരത അതേപടി വിവരിക്കുന്ന നോവൽ. കാട് കാണാനിറങ്ങുന്ന വിനോദസഞ്ചാരികൾ ചെയ്യുന്ന ഏറ്റവും നീചമായ പ്രവൃത്തി ഒഴിഞ്ഞ ബിയർ കുപ്പികളെ കാടിൻ്റെ ഉള്ളിൽ വലിച്ചെറിഞ്ഞു പൊട്ടിക്കലാണ്. മറ്റേത് മൃഗത്തേക്കാൾ ആനയ്ക്ക് വളരെ മാരകമായ ആപത്താണ് ഈ മദ്യക്കുപ്പികളുടെ ചില്ല്. ബിയർ കുപ്പികളുടെ അടിവശം ഭാരം കൂടിയതായതുകൊണ്ട് പൊട്ടിയ ഭാഗം മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് അവ കിടക്കുക. ആനയുടെ കാലിൻ്റെ അടിവശം ഒരു മണൽ ചാക്കുപോലെയാണ്. ആന തൻ്റെ വലിയ ഭാരത്തോടെ കാലെടുത്ത് അതിൻ്റെ മീതെ വച്ചാൽ ചില്ലു നേരെ കയറി ഉള്ളിലേക്ക് ചെല്ലും. ആനയ്ക്ക് 3 കാലിൽ നടക്കാനാവില്ല. 2-3 തവണ ഞൊണ്ടിയതിനു ശേഷം അത് കാലൂന്നുമ്പോൾ ചില്ല് നന്നായി ഉള്ളിലേക്ക് കയറും. പിന്നെ അതിന് നടക്കാനാവില്ല. ഒരാഴ്ച കൊണ്ട് വ്രണം പഴുത്ത് പുഴു അകത്തേക്ക് കയറും. പുഴുക്കൾ മാംസം തുളച്ച് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കും. ആനയുടെ ചോരക്കുഴലുകളിൽ പോലും പുഴുക്കൾ കയറിപ്പറ്റും. പിന്നെ ആന ജീവിക്കില്ല. ചീഞ്ഞു ചലമൊഴുകുന്ന കാലുകളോടെ കാട്ടിൽ അലഞ്ഞു തിരിയും. ഭക്ഷണമില്ലാതെ മെലിഞ്ഞു കോലം കെടും. ഒടുവിൽ ഏതെങ്കിലും മരത്തിൽ ചാഞ്ഞു നിൽക്കും. ഒരു ദിവസം ശരാശരി 30 ലിറ്റർ വെള്ളം കുടിച്ച് 200 കിലോ ഭക്ഷണം കഴിച്ച് 50 കിലോമീറ്റർ നടന്നു ജീവിക്കേണ്ട മൃഗമാണ് 5-6 ദിവസം കൊണ്ട് വെറും അസ്ഥികൂടമായി മാറും. പുറത്ത് എല്ലുകൾ പൊന്തി വരും. കവിളിൽ എല്ലുകൾ ഉന്തി പുറത്തേക്ക് ചാടും. കണ്ണുകളിൽ അഴുക്കു നിറയും. ഉണങ്ങിയ തുമ്പിക്കൈയിൽ നിന്ന് നാറ്റം വന്നു തുടങ്ങും. കാതുകൾ ആടുന്നത് പതുക്കെയാവും. മെല്ലെ മണ്ണിൽ പതിയും. വയറ് പാറ പോലെ പൊന്തി മുകളിലേക്ക് വരും. മലമ്പാമ്പ് പോലെ തുമ്പിക്കൈ പൂഴിയിൽ പുളയും. കണ്ണുകൾ ചുരുങ്ങിക്കൊണ്ടിരിക്കും. ആന ചാകുന്നത് മറ്റാനകളുടെ നിലവിളിയിലൂടെ നമുക്കറിയാൻ കഴിയും. ചീഞ്ഞ ആനയെ ചെന്നായകൾ തേടി വന്ന് കൂട്ടം കൂട്ടമായി ചുറ്റും നിന്ന് കടിച്ചു വലിച്ചു തിന്നും. കാടിൻ്റെ രാജാവ് വെറും വെളുത്ത എല്ലുകളായി അവശേഷിക്കും. മനുഷ്യന്റെ വിവരക്കേടിന്റെ ഫലം കാട്ടാനയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ഇതിൽ കൂടുതൽ വിവരിക്കാൻ ഒന്നുമില്ല. ഇനി നാട്ടാനകൾ എന്ന് വിളിക്കുന്ന ആനകളെക്കുറിച്ചുള്ള ഒരു ഭാഗം. ആനയെ വളർത്തുന്നത് മുഴുവനായി നിരോധിക്കണം. ഉത്സവത്തിനും കാഴ്ചശാലയ്ക്കും ആനയെ വിട്ടുകൊടുക്കരുത്. ആന നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. യുദ്ധങ്ങളിൽ ആയിരക്കണക്കിന് ആനകൾ ചത്തൊടുങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഭാരം അവ വഹിച്ചു. നമ്മുടെ ദൈവങ്ങളുടെ ഭാരവും അവയാണ് വഹിച്ചത്. നന്ദിയുണ്ടെങ്കിൽ നാം ആനയോട് ഇനിയെങ്കിലും കനിവ് കാട്ടണം. അവ കാടുകളിൽ കഴിയട്ടെ. അവയ്ക്കു വേണ്ടി സംരക്ഷിക്കപ്പെട്ട കാടുകൾ നമുക്കുണ്ടാക്കാം. ആനയുടെ വീട് കാടാണ്. ആനയ്ക്ക് ഒട്ടും ചേരാത്ത സ്ഥലം ക്ഷേത്രം. ആനയുടെ കണ്ണിൽ എപ്പോഴും പച്ചയും വെള്ളയും കാണണം. ചുറ്റിലും ഇലകളുടെ ഗന്ധമുണ്ടാവണം. എങ്കിലേ അത് സന്തോഷമായിട്ടിരിക്കുകയുള്ളൂ. കൽമണ്ഡപങ്ങളിൽ ആനയെ കെട്ടിയിടുകയാണ്. മുകളിൽ ആകാശമില്ലെങ്കിൽ ആന തളരും. അതിന് രോഗങ്ങളുണ്ടാകും. മതാവകാശം എന്നൊക്കെ പറഞ്ഞ് ചിലർ എതിർക്കും. അവരാണ് 100 കൊല്ലം മുമ്പ് ദേവദാസിമാർ ഉണ്ടെങ്കിലേ ദൈവം സുഖിക്കയുള്ളൂ എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയത്. ഇനിയും ധാരാളം ഗൗരവമേറിയ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് ആന ഡോക്ടർ എന്ന നോവൽ. മാതൃഭൂമി ബുക്സ് ഇറക്കിയ ഈ പുസ്തകത്തിന് 150 രൂപയാണ് വില. വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ ഇല്ലാത്ത ഒരു കാര്യം എഴുതണമെന്ന് തോന്നി. കാടുകളിൽ നിന്ന് നാട്ടിലേക്കിറങ്ങുന്ന ആനയെ തിരികെ കാടുകയറ്റാൻ വകുപ്പ് ഉദ്യോഗസ്ഥരും കാടിനോട് ചേർന്നുള്ള നാട്ടുകാരും ചെയ്യുന്നത് തീപ്പന്തം കാണിക്കുക, പാട്ട കൊട്ടി ശബ്ദമുണ്ടാക്കുക, പടക്കം പൊട്ടിക്കുക, ഇങ്ങനെയൊക്കെ ഭയപ്പെടുത്തിയാണ്. ഇവിടെ നാട്ടിൽ ഈ മൃഗത്തെ ഉത്സവപ്പറമ്പുകളിൽ 4 കാലും ചങ്ങലകളിൽ ബന്ധിച്ചു നിർത്തി അതിൻ്റെ മുന്നിൽ നിന്ന് ചെണ്ട കൊട്ടുക, മുന്നിൽ തീപ്പന്തം കത്തിക്കുക, പോരാത്തതിന് ഉഗ്ര ശബ്ദത്തോടെയുള്ള വെടിക്കെട്ടും. നാട്ടാചാരങ്ങൾ ഇങ്ങനെ പോകുന്നു. നമ്മുടെ ശരീരത്തിലെ ഒരു മുറിവിൽ ചെറിയ നൂലുകൊണ്ട് നീളത്തിലുരയ്ക്കുക. അപ്പോൾ അനുഭവിക്കുന്ന വേദന ചിന്തിക്കാൻ കഴിയില്ല.
വ്രണമുള്ള കാലുകളിൽ ചങ്ങല ഉരസുമ്പോൾ ആനകൾ അനുഭവിക്കുന്ന വേദനയൊന്ന് സങ്കൽപ്പിക്കുക. എഴുതിയത് രതീഷ് TR.